ക്രെയ്ഗിന് ഒരു കെയർ ടേക്കർ ഉണ്ട്. അപ്പൊ ആനയ്ക്കും കെയർ ടേക്കർ ഉണ്ട്. കെനിയയിലെ ഒരു ബിഗ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഘടനയാണ്. ഇന്ത്യ ആഫ്രിക്കയിൽ ഏകദേശം 20,000-ഓളം ആനയെ ഒരു വർഷം കൊന്നൊടുക്കുന്നുണ്ടാണ് കണക്ക് വേട്ടക്കാര്. ചൈന, ഹോങ്കോങ്, മക്കാവ് അങ്ങനെയുള്ള ഏരിയകളിൽ ഐവറിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ആനവേട്ടക്കാർ വളരെയധികം ശല്യമുണ്ട്. കെയർ ടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലിപ്പോൾ ആനപ്പാപ്പാൻ എന്നൊക്കെ പറയുന്ന പോലെയാണോ, എങ്ങനെയാണ് ഈ കെയർ ടേക്കർ അവിടെ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. പക്ഷേ ഈ ആനയുടെ പുറകെ 24/7 ഉണ്ടാവും, 365 ദിവസവും ഉണ്ടാവും ഈ ആള്. അവർക്ക് മാത്രമാണ് കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അധികാരമുള്ളൂ. മസായി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഒന്നിൽ കൂടുതൽ ആളുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടായിരുന്നു. അറിയപ്പെടുന്നത് ഈ ഡേവിഡിനെയാണ് മെയിൻ ആയിട്ട് കെയർടേക്കർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അവർ മാത്രമേ കാടിന്റെ ഉള്ളിലേക്ക് ആനയ്ക്കൊപ്പം പോകും. അവർക്ക് മാത്രമേ ഉള്ളിൽ പ്രവേശിക്കാൻ അധികാരമുള്ളൂ. നമുക്ക് ഈ കാന പുറത്താണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡറിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ആയുധധാരികളാണോ അതോ എന്തെങ്കിലും? ആയുധമൊന്നുമില്ല, ഒരു വടി മാത്രമേ ഉള്ളൂ. അത് അവരുടെ പരമ്പരാഗത മസായി ഗോത്രത്തിന്റെ ഒരു വടി മാത്രം അല്ലേ? മാത്രമേ ഉള്ളൂ.